വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. അപ്പൊ അമ്മയുടെ ഒരുപാട് പറയാത്ത കഥകളില്ലേ, ഇതുവരെ യൂട്യൂബിലും ചാനലിലും ഒന്നും പറയാത്ത ഒരുപാട് കഥകളുണ്ട്. എല്ലാവർക്കും മോട്ടിവേഷൻ ആയിട്ട് പറയാവുന്നതും എല്ലാവർക്കും ഇൻസ്പിറേഷൻ ആവാവുന്ന ഒരുപാട് സ്റ്റോറീസുകളുണ്ട്. അതിനെ കുറിച്ചൊന്നും നമ്മുടെ പ്രേക്ഷകരോട് പറയാം. അത് വിറ്റ് അവർക്ക് അങ്ങനെ മാത്രമല്ല, എല്ലാരും അറിയട്ടെ. അങ്ങനെ കുറെ നല്ല വശങ്ങളുള്ള കാര്യം കൂടി അറിയട്ടെ. ഏത് കാര്യങ്ങൾ ഇൻസ്പിറേഷൻ ആവുന്ന വീട്ടിലെ കാര്യങ്ങളാണോ അല്ലെങ്കിൽ രണ്ടും പറയാം. ആദ്യം നമുക്ക് വർക്ക് റിലേറ്റഡ് പറഞ്ഞിട്ട് പിന്നെ നമുക്ക് വീട്ടിലെ കാര്യങ്ങളൊക്കെ റിലേറ്റഡ് പ്രത്യേകിച്ചൊന്നുമില്ല. പൈസയൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ നല്ല പിശിക്കായിരുന്നു. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ പറഞ്ഞു. ഇതാണ് മനുഷ്യൻ നാടുകളുടെ രീതിയിലാണ് ചോദ്യം. തുടക്കത്തിൽ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന സമയത്ത് നമുക്ക് ടി എ തരും, കിച്ചൺ മാജിക്കിൽ. അപ്പൊ അമ്മ അത് ആ ക്യാഷ് എടുക്കാണ്ട് അത് ചുരുക്കിയിട്ട് അമ്മ ലോക്കൽ കമ്പാർട്ട്മെന്റിൽ വരുമായിരുന്നു. എന്നിട്ട് ന്യൂസ് പേപ്പറൊക്കെ വിരിച്ച് നിലത്തൊക്കെ ഉറങ്ങി ഇങ്ങനെയൊക്കെ വരില്ലായിരുന്നു. ആ കഥയൊക്കെ ഒന്ന് പറയാനാണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കുന്ന ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വന്നിരിക്കില്ല. അതല്ലേ അപ്പൊ പറയാനും. എനിക്ക് അമ്മ നന്നായിട്ട് അറിയാലോ, എന്റെ അമ്മയല്ലേ. ഇതാണ് ചിഞ്ചു നാണെടുത്തു. അത് അങ്ങനെയല്ല ചിഞ്ചു. ഇപ്പൊ നമ്മള് ഞാൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി സാധാരണ ഒരു സ്ത്രീ തന്നെയാണ്. ഇപ്പൊ സാധാരണ എല്ലാ മനുഷ്യനെ പോലെ തന്നെയാണ് നമ്മളെല്ലാ ആർട്ടിസ്റ്റുകളും അല്ലേ. ഇപ്പൊ നമ്മൾ ആക്ട് ചെയ്യാൻ ഇറങ്ങി എന്നുകൊണ്ട് നമ്മള് കാറിലേ പോകാൻ പാടുള്ളൂ, AC-ല് യാത്ര ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. കാരണം എന്താ വെച്ചാല് അന്നത്തെ അവസ്ഥയിൽ പറയാണ്, അന്ന് എൻ്റെ ഒരു വലിയ വരുമാനം കൂടിയാണ് ഈ TA. കാരണം നമ്മൾക്ക് കിട്ടണ ശമ്പളം ചെക്കാണ് കിട്ടണത്. ഈ TA ആണ് ക്യാഷായിട്ട് കയ്യിൽ കിട്ടണം. അപ്പം അത് മാറി വരുമ്പോൾ ഒരു ടൈം പിടിക്കും. അപ്പോൾ ഞാൻ ആ TA പിശിക്കിയിട്ട് അതിൽ നിന്ന് ഒരു 55 ആ ടൈമിലൊക്കെ എനിക്ക് ഒരു വൺ സൈഡ് 55 രൂപയ്ക്ക് ആകുള്ളൂ ട്രെയിനിൽ. അപ്പോൾ 110 രൂപ ചിലവാകുള്ളൂ. 2000 രൂപ വരുമ്പോൾ 110 രൂപ ചിലവാകുള്ളൂ. ആ ബാക്കി കാശ് 1890 രൂപ ഉണ്ടാവും. ആ ബാക്കി കാശ് ഞാൻ നിങ്ങളുടെ പഠിപ്പിനും ഹോസ്റ്റൽ ഫീസിനും വീട്ടു ചെലവിനും ഒക്കെ എടുക്കും. അപ്പോൾ ആ ക്യാഷ് അവിടെ കിടക്കും. അത് നമുക്ക് കിട്ടിയ ശമ്പളം ചെക്ക് മാറിയത് ബാങ്കിൽ തന്നെ കിടക്കും. അങ്ങനെയൊക്കെ പിശുക്കി ജീവിച്ചത് നിങ്ങളെ വളർത്താൻ വേണ്ടി പഠിപ്പിക്കാൻ വേണ്ടിയൊക്കെയാണ്. അതിനിങ്ങനെ നാണം കിടത്തുമെന്ന് ഞാൻ വിചാരിച്ചു. ഇതൊക്കെ ഇനി വരുന്ന തലമുറയ്ക്കും എന്താണ് അഡോപ്റ്റ് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതിനുവേണ്ടി പറഞ്ഞു അവർക്കും കുറച്ച് ടിപ്സ് ഒക്കെ കൊടുക്കണമല്ലോ. പക്ഷെ അത് അങ്ങനെ ഇപ്പോഴത്തെ കുട്ടികളൊന്നും അത്രയും അങ്ങോട്ട് സ്ട്രഗിൾ ചെയ്യില്ല. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ നമ്മളെ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ആരും ഹെൽപ്പ് ഉണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ ഒരാളുടെ വരുമാനം കൊണ്ട് വേണമായിരുന്നു എല്ലാ കാര്യങ്ങളും നടക്കാൻ. വീട്ടുകാരുടെ സാമ്പത്തിക സഹായം ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പിശുക്കിയാണ് വളർത്തിക്കൊണ്ടു. പക്ഷെ ഇപ്പം ഞാൻ അങ്ങനെയല്ല. ഇപ്പം ഞാനിപ്പോൾ AC തന്നെ യാത്ര ചെയ്യുന്നുണ്ട്, കാറിൽ യാത്ര ചെയ്യുന്നുണ്ട് ഒക്കെ ഉണ്ട്. അതൊക്കെ ഞാനൊന്ന് നിൽക്കാനായി എനിക്ക് ബാധ്യതകളൊക്കെ കുറഞ്ഞു. നിങ്ങളൊക്കെ പഠിപ്പിച്ചു, വീട് വെച്ചു, സ്ഥലം വാങ്ങിച്ചു, വണ്ടി മേടിച്ചു. എല്ലാം ഒരു സെറ്റായപ്പോൾ ഞാൻ എൻ്റെതായ കാര്യങ്ങളിൽ ആ പിശുക്ക് മാറ്റി വെച്ച് കുറച്ച് ലാവിഷായി തുടങ്ങി. ഇതിൽ ആവശ്യം എന്ന് പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ കുറച്ച് അറിയപ്പെട്ടൊക്കെ തുടങ്ങുമ്പോൾ, ഇപ്പോൾ അഭിനയിച്ചൊക്കെ തുടങ്ങുമ്പോൾ നമുക്ക് അങ്ങനെ യാത്ര ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം അത് മറ്റുള്ളവർക്കും കൂടെ ബുദ്ധിമുട്ടാവും. നമ്മൾ കയറുമ്പോൾ അത് അവിടെ ഇത്തിരി ഇതൊക്കെ ഉണ്ടാവുമല്ലോ, ആൾക്കാർ തിരക്കുകളൊക്കെ കൂടും, മറ്റുള്ളവർക്ക് അത് ബുദ്ധിമുട്ടാവും. അപ്പം അതൊന്നും ഉണ്ടാവാതിരിക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു തീരുമാനം എടുത്തത്. അങ്ങനെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോഴും പോവും അങ്ങനെ തന്നെ. ഇപ്പൊ ഞാൻ വണ്ടി കയറുമ്പോൾ ആരും എന്നെ ശ്രദ്ധിച്ചിട്ടില്ല, എന്താണ് മുഖം മറിച്ചിട്ടൊക്കെ പോകാറുണ്ട്. അത് പിന്നെ എല്ലാവരും ചെയ്യാറുണ്ട്. ഞാൻ മാത്രമല്ല, ഒരുവിധപ്പെട്ട ആർട്ടിസ്റ്റുകളെല്ലാം അവിടെ ഒരു പ്രശ്നം ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ കാര്യങ്ങൾ പോണ കാര്യം പെട്ടെന്ന് നടന്ന് പെട്ടെന്ന് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഒക്കെയാണത്. അത് ആൾക്കാരെ കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ടല്ല. ഇപ്പൊ നമ്മളൊരു കാര്യത്തിന് പോരാനായിരിക്കും പോകുന്നത്. അപ്പൊ നമ്മള് ആർട്ടിസ്റ്റുകളെല്ലാം വളർന്നു വരുന്നത് പ്രേക്ഷകർ മൂലമാണ്. പ്രേക്ഷകരില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും വളർച്ച ഉണ്ടാവില്ല. അവരാണ് നമ്മളെ സെലിബ്രിറ്റികളാക്കുന്നത് അല്ലേ. അപ്പോൾ അവര് ഫോട്ടോ എടുക്കാൻ ചോദിക്കുമ്പോൾ നമ്മൾ നിന്ന് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്.
അപ്പൊ ചിലപ്പോ നമുക്ക് ടൈം എന്ന് പറയുന്ന സംഭവം ആ വ്യക്തിക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ഇത് പോയിട്ട് അടുത്ത കാര്യം ചെയ്യണം. അപ്പൊ ഈ ടൈം നമുക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. നമുക്കിപ്പോ ഇത്രയും ടൈമിനുള്ളിൽ പോയിട്ട് വന്നിട്ട് അടുത്ത കാര്യം ചെയ്യണം എന്നുള്ളത് നമുക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അത് അവർക്ക് അറിയണമെന്നില്ല. അപ്പൊ നമ്മൾ അവരെ വിഷമിപ്പിക്കാനും പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും മിക്കവരും ഈ മാസ്ക് വെച്ചിട്ടും അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ഓടിയൊക്കെ പോണതും ഒക്കെ അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും. അപ്പൊ അതൊക്കെ കൊണ്ടാണ് അങ്ങനെ നമ്മൾ ഇപ്പൊ അത് കുറെ അറിയപ്പെടുമ്പോഴാണ് പെട്ടെന്ന് നമ്മൾ തിരിച്ചറിയണത് അല്ലേ. അപ്പൊ നമ്മള് ഒരുപാട് ഇപ്പൊ നേരത്തെ ഒക്കെ ആദ്യമൊക്കെ ഞാൻ സീരിയലൊക്കെ അഭിനയിച്ചിരിക്കുമ്പോ അന്ന് മീഡിയ ഇത്രയും വളർന്നിട്ടൊന്നുമില്ല അല്ലേ, സോഷ്യൽ മീഡിയ ഇത്ര വളർന്നിട്ടില്ല. അപ്പൊ അന്നൊക്കെ എന്നെ എല്ലാവരും ഒന്നും തിരിച്ചറിയണമില്ല, പേരറിയില്ല, എന്നെ എല്ലാവർക്കും അറിയില്ല. വളരെ അപൂർവം കുറെ ആൾക്കാർക്ക് മാത്രമേ അറിയാൻ പാടുള്ളൂ. അപ്പൊ അതൊന്നും ഒരു വിഷയമല്ലായിരുന്നു. ഇന്നതല്ല. ആകെ 100 രൂപ മാത്രം ഉണ്ടായിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ട് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോ ഫസ്റ്റ് ഇയർ. എന്റെ കയ്യിലല്ല, എന്റെ കയ്യിൽ മാത്രമല്ല. അപ്പൊ നമ്മളിങ്ങനെ ബസ്സിൽ വന്നോണ്ടിരിക്കുകയാണ്, വേറെ പൈസയൊന്നും ഇല്ല. അപ്പൊ ആ കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനും പിന്നെ ഒരു സീറ്റില്, അമ്മ ബാക്കിൽ സീറ്റിൽ ഇരിപ്പുണ്ടായിരുന്നു. ബാക്കിൽ ഒരു കൊച്ചുണ്ടായിരുന്നു. ആ കൊച്ചിൻ്റെ ക്യാഷ് ഇല്ല എന്നൊക്കെ പറഞ്ഞ അമ്മ നിങ്ങൾ എന്തോ കോൺവെർസേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ബസ്സിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോ അമ്മ പറഞ്ഞു പൈസ ഇല്ല, കൊടുത്തു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും ഫുഡ് കഴിക്കാനെന്ന് ചോദിച്ചു. അപ്പോൾ നമുക്കുള്ള ദൈവം തരുമെന്ന് പറഞ്ഞു. അത് ഓർമ്മയുണ്ട? അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷമാണ് അമ്മയ്ക്ക് പിന്നെ കുറെ വർക്കുകൾ വരാൻ തുടങ്ങിയത്. ആ ഒരു സംഭവം നമുക്ക് ദൈവം കൊണ്ട് തരും എന്നുള്ളൊരു വാക്കൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് അമ്മ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. അമ്മയുടെ കണ്ണൻ്റെ ഫ്രണ്ടിൽ കരയും ഒക്കെ ചെയ്യണം. അപ്പം അപ്പോഴും അമ്മ പറയണത് നമുക്ക് ദൈവം കൊണ്ട് തരും, അത് സാരമില്ല എന്നൊക്കെ പറയാറില്ല. അതൊക്കെ ഓർമ്മയുണ്ട് എപ്പോഴും? ഓർക്കാറുണ്ട്. എപ്പോഴും എന്ത് സംഭവിക്കുമ്പോഴും ഞാൻ പറയാറുണ്ട് ദൈവം കൊണ്ട് തരും എന്ന് പറയാറുണ്ട്. അതിപ്പോഴും പറയാറുണ്ട്. അപ്പൊ അമ്മയുടെ 2 മക്കളും എങ്ങനെയാണ്? ഈ അമ്മയുടെ ഈ ഒരു ക്യാരക്ടറാണ് കേക്കട്ടെ. അല്ല, നിങ്ങളിൽ കുറെ നല്ല ഗുണങ്ങളുണ്ട്. ഞാൻ കാണിച്ചത് തന്നെ നിങ്ങൾ കാണിക്കാറൊക്കെ ഉണ്ട്. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ നിങ്ങളെടുത്ത് കൊടുക്കാറുണ്ട്, ഇല്ലെങ്കിലും കൊടുക്കാൻ പറയാറുണ്ട്. അതുണ്ട് നിങ്ങൾക്ക്. പക്ഷെ എന്നിലുള്ളതും നിങ്ങളില്ലാത്തതുമായ ഒരേ ഒരു കാര്യം കുറച്ച് ലാവിഷാണ്, അത്രേ ഉള്ളൂ. ചിന്നുവിന് എന്താണ്, ചിന്നുവിന് കുറച്ച് ഡ്രസ്സ് മേടിച്ചു കൊടുത്താൽ ചിന്നു ഓക്കെ, അത്രേ ഉള്ളൂ. പിന്നെ കുറെ കമ്മല്, സ്പ്രേ, 3 കാര്യത്തിലേ ചിന്നുവിന് ആകെ ഇഷ്ടമുള്ളൂ. വേറൊന്നും ചെരുപ്പ്, അത് തന്നെ അവൾക്ക് നല്ല ടിക്ടോക്കായി നിൽക്കണം, അത്രേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. നിനക്ക് കൊറേ ഡ്രസ് വേണമെന്നുണ്ട്. ഡ്രസ് തന്നെ മുന്നോ ഡ്രസ് അത് ഈ അടുത്തുണ്ടായതാ. കല്യാണത്തിന് ശേഷമാണ്, കല്യാണത്തിന് മുന്നേ ഒന്നും അങ്ങനെ ഇല്ലായിരുന്നു. 2020 തൊട്ട് ആ അതന്നെ, കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഈ സ്വഭാവമൊക്കെ വന്നത്. ഈ ഡ്രസ്സിനോട് ആർത്തിമൂത്ത് പ്രാന്തായി. പൊന്നു അതുണ്ട്. അത് നീ കണ്ടിട്ടുണ്ട്, അതാണ് അതിപ്പോ അതിനകത്ത് അഭിനയിക്കുമ്പോ പ്രഗ്നന്റ് ആയിട്ട് അഭിനയിച്ചപ്പോ നീ ഇവിടെ പ്രഗ്നന്റ് ആയിരുന്നു. അപ്പൊ ഞാൻ ഇവിടുന്ന് നീ എങ്ങനെയാ നടക്കണെന്നൊക്കെ നോക്കുമായിരുന്നു. അത് നീ നടക്കുന്നത് അതേപോലെ പോയി ഞാൻ അവിടെ ഇമിറ്റേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ആ ലൊക്കേഷനിൽ എല്ലാരും പറയുന്നു ഞാൻ നടക്കുന്ന പോലെയാണ്. കാരണം ആ ലൊക്കേഷനിൽ ഞാൻ ഉണ്ടായിരുന്നു, കുറെ നാളുണ്ടായിരുന്നു. ആ സമയത്ത് പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ആ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു. അപ്പം അവിടെ ഉള്ളവര് പറയും ചിഞ്ചു നടക്കണ പോലെയാണ് അമ്മ നടക്കണത് എന്ന് പറയും. അത് ആ സമയത്ത് നീ ഇവിടെ എങ്ങനെയാണ് നടക്കുന്നത് അതേപോലെ ഞാൻ അതുപോലെ ഇമിറ്റേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ആ സമയത്ത് പ്രഗ്നന്റ് ആയ ഒരു ആളെ കാണാൻ നിന്നെ മാത്രമേ ഞാൻ ഇവിടെ കണ്ടുള്ളൂ. അപ്പൊ നീ നടക്കുന്ന സ്റ്റോറീസ് അടിച്ചു മാറ്റിയിട്ടുണ്ട്. എന്താണ് ആ സമയത്ത് കുറെ ഇഷ്യൂസ് ഉണ്ടായിരുന്നപ്പോ അങ്ങനത്തെ ഒരു സ്റ്റോറി ആക്കിയിട്ടുണ്ട്. അതൊക്കെ ഉണ്ട്. അത് പിന്നെ നമ്മളൊരു കഥയെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി മുന്നിൽ കാണുന്ന എല്ലാം അടിച്ചു മാറ്റുന്നുണ്ട്. കാണുന്ന വെച്ചാൽ പല ആൾക്കാരുടെ കഥകളല്ലേ നമ്മൾ പലപ്പോഴും എപ്പിസോഡുകൾ പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ചെയ്തിട്ടുണ്ട്, ഇല്ലെന്നില്ല. അപ്പൊ ആ കൂട്ടത്തിൽ താങ്കളുടെ നടപ്പ് ഞാനൊന്ന് ഇമിറ്റേറ്റ് ചെയ്ത് പോയി. അതൊരു തെറ്റാണോ? ആണോ? തെറ്റല്ല. അല്ല, സാധാരണ ഇങ്ങനെ സാരി ഒന്നും എടുക്കാറില്ല. ഇപ്പൊ എന്തോ നേരത്തെ എണീക്കണമായിരുന്നു. നീയൊക്കെ കിടന്നു മുഖം കുത്തി കിടന്നു ഉറങ്ങുമ്പോ വെളുപ്പിന് 5 മണിക്കാരോട് എണീറ്റ് പോയത് എങ്ങോട്ടാണെന്നൊക്കെ ഒന്ന് ചോദിക്കണമായിരുന്നു. വല്ലപ്പോഴൊക്കെ പിള്ളേരൊക്കെ അല്ലെങ്കിൽ ഈ പിള്ളേര് ഇവരൊക്കെ വരുന്നതിന് മുന്നേ നിങ്ങള് ഞാൻ ഇവിടെ നിന്ന് പോണതൊന്നും അറിയാറില്ല. അമ്മ 4 മണിക്കൊക്കെ എഴുന്നേറ്റു. ഞങ്ങൾക്ക് 7 മണിക്ക് 6 മണിക്കൊക്കെ എഴുന്നേറ്റാൽ മതി.
7 മണി 6 മണിയാ ബാക്കുമണിയൊക്കെ കൊണ്ട് പണയം വെക്കണം. ഞാനിവിടുന്ന് വെളുപ്പാങ്കാലത്ത് എണീറ്റ് അമ്പലത്തിൽ പോയി ഒരു പൊങ്കാലയുടെ ഇതിന് പോണമായിരുന്നു. അതിന് പോയി. അതും കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നപ്പോഴാണ് ഇതേ ഇവിടെ മൈക്കും ക്യാമറയും എല്ലാം സെറ്റ് ചെയ്തിട്ടിരിക്കുന്നു. അപ്പൊ ആ വേഷത്തിന് എന്നെ പിടിച്ചിവിടെ ഇരുത്തി. അതാണ് സംഭവം. അമ്പലത്തിൽ പോയതാ. അതിപ്പോ അമ്പലത്തിലേക്ക് ആയതുകൊണ്ട് പൊങ്കാലയുടെ ഇതൊക്കെ ആയതുകൊണ്ട് എന്നാ പിന്നെ സാരി ഉടുത്തിട്ട് പോയേക്കാന്ന് വിചാരിച്ചു. ഇതെനിക്ക് ഇഷ്ടമാണ് ഇങ്ങനത്തെ മാലകളൊക്കെ. എനിക്ക് ഇങ്ങനത്തെ മാലകളാണ് ഇഷ്ടം. ഇവിടെ കാണാനായി മേടിച്ചിട്ട് വരണം കേട്ടാ. മേടിച്ചിട്ട് മേടിച്ചു തരലുണ്ട്. ഞാൻ മേടിക്കലില്ല, അവര് മേടിച്ചു തരില്ല കേട്ടോ. ഞാൻ മേടിക്കല് വളരെ കുറവാണ്. അമ്മയുടെ കുറെ നല്ല ഗുണങ്ങളില്ലേ, ഞങ്ങൾ രണ്ടുപേരില് എന്തൊക്കെയാണ് കിട്ടിയിരുന്നെന്ന് പറയാം. എനിക്ക് നല്ല എന്ത് ഗുണമുള്ളത്? എനിക്കൊരു നല്ല ഗുണവും ഇല്ല. അപ്പൊ എനിക്ക് നല്ല ഗുണമില്ല. അല്ല, നല്ല ഗുണം എന്ന് പറയുന്നത് ഇപ്പൊ എനിക്ക് ഞാൻ നല്ല ഗുണമായിട്ടല്ല, അത് എല്ലാ അമ്മമാരും അങ്ങനെയാണ് ചിന്തിച്ചു. ഇപ്പൊ നിങ്ങളിപ്പോ എന്നെ കാണുന്നോണ്ടാണ് നിങ്ങളത് നല്ല ഗുണം തോന്നി. ഇപ്പൊ അമ്മാമ്മ എനിക്ക് അല്ലെ, എന്റെ അമ്മ ഞങ്ങൾക്ക് വേണ്ടിട്ടല്ലേ ഇപ്പോഴും ഞാൻ എവിടെയെങ്കിലും പോയി അമ്മക്ക് ടെൻഷൻ ഉണ്ടാവാറില്ല. അപ്പൊ ലോകത്തെ എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ആയിരിക്കണം. അമ്മ ആയാലും അച്ഛനായാലും അങ്ങനെ തന്നെ ആയിരിക്കണം. അങ്ങനെ ആവാൻ പറ്റാത്തവര് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകരുത്. അമ്മയുടെ കുറെ ക്യാരക്ടേഴ്സ് ഇല്ലേ, അത് ഞങ്ങളില് സിമിലർ ആയിട്ട് തോന്നിയപ്പോ എന്തെങ്കിലും കാണുന്നില്ല. എന്റെ കുറെ ക്യാരക്ടേഴ്സ് ചിന്നുലാലും എന്റെയിലാണെങ്കിലും എന്തൊക്കെയുണ്ട്. ഒന്നും ഉള്ളതായിട്ട് എനിക്കൊന്നും തോന്നിയിട്ടൊന്നുമില്ല. എന്റെ ഫോണിൽ എന്റെ അമ്മ എപ്പോഴും പറയാറുണ്ട്, നിന്റെ ഒരു സ്വഭാവം ആ മക്കൾ കിട്ടിയിട്ടില്ല. വണ്ടി കൊടുത്താടി വല്ല ആവശ്യം ഉണ്ടായിരുന്നു. പക്ഷേ നീ നിന്റെ കാര്യം നോക്കി അവിടെ എടുത്തിരുന്ന എനിക്ക് തോന്നിട്ടില്ല. എന്താണ് ഇപ്പൊ നീ കുത്തി ചോദിച്ച് അല്ലെങ്കിൽ പറയും. കൊറേ നല്ല ഗുണങ്ങൾ ഉണ്ടെന്ന് വെച്ചാ മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്സൊക്കെ ഉണ്ട്. പിന്നെന്താണത്, വീട്ടില് ഇപ്പൊ ഞാനീ അടുക്കി പറക്കി ഒതുക്കി വൃത്തിയാക്കി വേണോ അങ്ങനെ ചെയ്യാറില്ല. ജിന്നുവിന്റെ മുറിയല്ലേ ചെയ്യുള്ളൂ. നീ എവിടെയും ചെയ്യാറില്ല. അങ്ങനെ പറയരുത്. ലൈഫ് എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും അല്ല, എല്ലാ ദിവസവും നമ്മൾ ഒരുപോലെ ആയിരിക്കണം. വീട്ടിലെ കാര്യങ്ങളൊക്കെ നമുക്ക് എപ്പോഴും അടുത്തിട്ടുണ്ടാവും. ഞാൻ നന്നായിട്ട് കുക്ക് ചെയ്യില്ല, അതൊക്കെ പറഞ്ഞു കൊടുക്ക്. കുക്ക് ചെയ്യോട്ടെ, അത് പറഞ്ഞു ഇത്രയും ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായ ചിന്ത എവിടെയാണ് ഉദ്ദേശിച്ചത്. ഭയങ്കര കുക്ക് ചെയ്യോട്ടെ, ഒരു രക്ഷയില്ലാണ്ട് കുക്ക് ചെയ്യും. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടിട്ടുണ്ട് ചിന്തു ഇത് എങ്ങനെ ഇവിടെ നിന്ന് പഠിച്ചെന്നൊക്കെ. അപ്പൊ നമ്മളൊക്കെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു ടേസ്റ്റ് ആയിരിക്കും. അതിന്റെ വ്യത്യസ്തപ്പെടുത്തി നമ്മൾ ശ്രമിച്ചാൽ നടക്കുമായിരിക്കും, പക്ഷെ ശ്രമിക്കാറില്ല. പക്ഷെ ചിഞ്ചു അങ്ങനെയല്ലേ. ഇപ്പൊ നമ്മളൊരു ചമ്മന്തി ഉണ്ടാക്കി, ചമ്മന്തിക്ക് ഒരു ടേസ്റ്റ് അല്ലേ ഉള്ളൂ. പക്ഷെ ചിഞ്ചു ചമ്മന്തി ഉണ്ടാക്കാൻ തുടങ്ങിയാൽ ആ ചമ്മന്തിക്ക് എവിടെ എത്ര ടൈപ്പ് ടേസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുമോ അതൊക്കെ ചിഞ്ചു ആ ചമ്മന്തിയിൽ പരീക്ഷയിലുണ്ടാവും. അതൊരു ചിക്കൻ കറിയിലാണെങ്കിലും ബീഫ് ബിരിയാണിയിലാണെങ്കിൽ പോലും ഒരു ചായ ഇട്ടാൽ പോലും ചിഞ്ചു അതിലൊരു 30 ടേസ്റ്റ് ഉണ്ടാക്കും. 30 വെറൈറ്റി ആയിരിക്കും, 30 സൂപ്പറുമായിരിക്കും. അമ്മയുടെ മരുമോനെ കുറിച്ചുള്ള കാര്യങ്ങൾ കൊണ്ട് പറഞ്ഞു. മരുമോനെ റിച്ചുവിനെ എന്റെ പൊന്നു മരുമോൻ പാവമാണ്. റിച്ചു അതിനേക്കാൾ പാവമാണ്. എന്റെ പൊന്നു ഒരു മോളുണ്ട്. ഇവർക്ക് പാവൊക്കെയാണ്, സ്നേഹമൊക്കെയാണ്, ഭയങ്കര സ്നേഹവുമാണ്. ചില സമയത്ത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും നീക്കം കൊടുക്കുന്നത് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. ഇങ്ങനെ അമ്മമാരുടെ അടുത്തൊക്കെ ദേഷ്യപ്പെടുന്ന കുട്ടികൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? പിടിച്ചടുത്തേക്ക് നിർത്തിയിട്ട് തലയിലൊക്കെ തടവിട്ട് ബീച്ചിലൊക്കെ തേച്ചൊരു തേക്കാത്ത ഭിത്തി. അതാണ്, പിടിച്ചടുത്തേക്ക് നിർത്തിയിട്ട് തലയിലൊക്കെ ഒന്ന് തടവിട്ട് തേക്കാത്ത ഭിത്തിയിലേക്ക് വെച്ചങ്ങ് തേച്ചു കൊടുക്കണം. അടിപൊളി അടിപൊളി. അമ്പു കുറച്ച് മണലിന്റെ കൂടെ ആവശ്യമുണ്ടായിരുന്നു. ഞാനൊരു കാര്യം പറയട്ടെ. ഇത്ര നാളും ഫ്രണ്ട്സിന്റെ ഒക്കെ മുന്നില് ഭയങ്കര വിലയായിരുന്നു. അതെല്ലാം പോയി കിട്ടി ഈ ഇന്റർവ്യൂലൂടെ. അവരെല്ലാം കണ്ടല്ലാണ് ഇപ്പൊ അമ്മ കൊടുത്തേക്കണത്. നിന്നെ കുറിച്ച് ഞാൻ എന്താണ് മോശമാക്കി പറഞ്ഞ നല്ല കുക്ക് ചെയ്യുന്നു പറഞ്ഞു. പിന്നെ നല്ല സ്നേഹമാണെന്ന് പറഞ്ഞു. ആൾക്കാരെ സഹായിക്കാൻ നല്ല കുട്ടികളാണെന്ന് പറഞ്ഞു. ഇതൊക്കെ നല്ല കാര്യങ്ങളല്ലേ. കുറച്ച് നല്ല കാര്യം പറഞ്ഞു, ബാക്കിയെല്ലാം കുറ്റമല്ലേ പറഞ്ഞു. ബാക്കി ഉള്ള കാര്യം ഉള്ളതായിട്ട് പറയുന്നത് എനിക്കറിയാൻ പാടില്ല. ഇപ്പൊ ഈ ചില സമയത്ത് എനിക്ക് ഇങ്ങനെ ഭിത്തിയിലേക്ക് തേച്ച് ഒട്ടിക്കാൻ തോന്നുന്നു പറഞ്ഞു. ഒട്ടിക്കാത്ത ഏതെങ്കിലും അമ്മമാര് മക്കളെ കൊണ്ട് ഭിത്തിയിൽ ഒട്ടിക്കും.
എന്തൊരു സ്വഭാവം. അത് പറയും, അതാണ് നല്ലത്. അതാണ് നല്ലത് കേട്ടാ. കേട്ടാ നമുക്ക് പിന്നെ ഇനി കാണാം കേട്ടാ. ഇന്ന് ഓഫ് ചെയ്തേക്കട്ടെ, ബാക്കി എന്നിട്ട് നമുക്ക് അന്ന് അപ്പ ഇത് കഴിഞ്ഞ് എന്നെ ജീവനോടെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ കാണാം കേട്ടാ.